ശ്രീനാരായണ ഗുരുദേവൻ്റെ അറിവ് എന്ന കാവ്യത്തിലെ 10ാമത്തെ ശ്ലോകമാണ് ഇന്ന് നമ്മൾ പഠന വിധേയമാക്കുന്നത്. ശ്ലോകം ഇങ്ങനെയാണ്: അറിയുന്നീല ഒന്ന് എന്ന് ഈ അറിയപ്പെടുന്നതുണ്ട് പോയിടും. അറിവിലിതേത് അറിയുന്നീല അറിവെന്നാൽ എങ്ങു നിന്ന് വന്നിടും. അറിയുന്നീല ഒന്ന് എന്ന് നമ്മൾ അറിയുന്നില്ല. ഇവിടെ ഏകമായിട്ടുള്ളതേ ഉള്ളൂ എന്നുള്ള കാര്യം നമ്മൾ അറിയുന്നില്ല. എന്തുകൊണ്ടാണ് നാം അറിയാത്തത്? ഈ ജീവൻ, കാരണം ആ ഒന്നിൽ നിന്ന് ഉണ്ടാകുന്ന ആദ്യത്തെ ചലനമാണ് അതിന് പ്രാണനെന്നും ജീവനെന്നും പറയുന്നത്. അതാണ് ജീവബോധം, ജീവാത്മാവ് എന്നൊക്കെ പറയുന്നത്. അത് വീണ്ടും വീണ്ടും ചലിക്കുന്നു. ആ ചലിക്കുന്നതിനനുസരിച്ച് അഹങ്കാരം ഉണ്ടാകുന്നു, ബുദ്ധി ഉണ്ടാകുന്നു, മനസ്സുണ്ടാകുന്നു, ഇന്ദ്രിയങ്ങളുണ്ടാകുന്നു, ശരീരമുണ്ടാകുന്നു, പ്രപഞ്ച ദൃശ്യങ്ങളുണ്ടാകുന്നു. അങ്ങനെ ജീവൻ തടിച്ചു കൊഴുകുമ്പോൾ ആ തടിച്ചു കൊഴുത്തതിൻ്റെ ഉള്ളിൽ പിറകിൽ നിൽക്കുന്ന അതിനെ നാം അറിയുന്നില്ല. നാം മുൻപിൽ നിൽക്കുന്നതിനെ മാത്രമേ അറിയുന്നുള്ളൂ. അതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. നമ്മളെപ്പോഴും പറയും, എനിക്കാരുമില്ല, എന്നെ സ്നേഹിക്കാൻ ആരുമില്ല, ഞാൻ അനാഥനാണ് എന്നൊക്കെ എല്ലാവരും പറയും. ഇവിടെ ആരും അനാഥനല്ല, എല്ലാവർക്കും സനാഥനുണ്ട്. സനാഥനാണ് എല്ലാവരും. നമ്മുടെ ഉള്ളിൽ ആ ശക്തിയാണ് എല്ലാം തരുന്നത്. ആ ശക്തിയാണ് നമ്മളെ നിലനിർത്തുന്നത്, എല്ലാം പ്രവർത്തിപ്പിക്കുന്നത്. അപ്പോൾ നമുക്ക് അറിവില്ലാത്തത് കൊണ്ടാണ്, അജ്ഞാനം കൊണ്ടാണ്, ഇതാണ് പറയുന്നത്, അവിദ്യ കൊണ്ടാണ് നമ്മൾ ഈ രീതിയിൽ ദുഃഖിക്കുന്നത്. അപ്പോൾ ദുഃഖത്തിന് കാരണം നാം തന്നെയാണ്, നമ്മുടെ അറിവില്ലായ്മ. നമ്മളൊന്നും അന്വേഷിച്ചു പോകുന്നില്ല. അന്വേഷിച്ചു പോയാൽ കണ്ടെത്തും ഒന്നിനെ. അത് കണ്ടെത്തിയിട്ടുള്ളവരാണ് എല്ലാവരും. അതാണ് പറയുന്നത്, അറിയുന്നീല ഒന്ന് എന്ന് അറിയുന്നീല. ഈ അന്യക്രമത്തിൽ നമ്മൾ എടുക്കണം. ഒന്ന് എന്ന് അറിയുന്നീല. മനസ്സിലായല്ലോ? ഈ അറിയപ്പെടുന്നതുണ്ട് പോയിടും. ഒന്നിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ ഇതിൻ്റെ മുൻപിൽ നിൽക്കുന്ന ജീവൻ, അഹങ്കാരം, ബുദ്ധി, മനസ്സ്, ഇന്ദ്രിയങ്ങൾ, പ്രപഞ്ച ദൃശ്യങ്ങൾ എല്ലാം പോയിടും. അപ്പം അറിയപ്പെടുന്നതില്ലാതാകുകയും അറിവ് നിലനിൽക്കുകയും ചെയ്യും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ആ അറിവ് മാത്രമാണ് സത്യമായിട്ടുള്ളത്, മറ്റതെല്ലാം അസത്യമാണ്. എന്നും നിലനിൽക്കുന്നതാണ് സത്യം. അനശ്വരമായി അഖണ്ഡമായി നിലനിൽക്കുന്നത് ഒന്നേ ഉള്ളൂ, അതാണ് സത്യം. ബാക്കിയെല്ലാം മാറിപ്പോകുന്നതാണ്. മാറിപ്പോകുന്നതൊന്നും സത്യമല്ല. അതാണ് പറയുന്നത്. അറിവിൽ ഇത് ഏതറിയുന്നീല. അറിവിൽ ഇത് ഏതറിയുന്നില്ല. നമ്മൾ അറിവിൽ ചെന്നയിക്കുമ്പോൾ ഇത് ഏത് എന്നുള്ളതൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മൾ അതിൽ അലിഞ്ഞു പോയിരിക്കുകയാണ്. നമ്മൾ ആ സത്യത്തിൽ, ഏകത്തിൽ അലിഞ്ഞു നിൽക്കുമ്പോൾ ഈ അറിവിനെ പറ്റിയൊന്നും നമുക്ക് ചിന്തയില്ല. നാം ഇല്ലല്ലോ, വ്യക്തിഭാവം അവിടെ ഇല്ലാതാകുന്നു. ഏകത്വ ഭാവം മാത്രമേ ഉള്ളൂ, ഏകത്വം മാത്രമേ ഉള്ളൂ. അതാണ് പറഞ്ഞത്, അറിവിൽ ഇത് ഏതറിയുന്നീല അറിവെന്നാൽ എങ്ങു നിന്ന് വന്നിടും. ഈ അറിവ് എവിടെ നിന്നാണ് വരുന്നത്? എവിടെ നിന്നും അല്ല, അത് മാത്രമേ ഇവിടെ ഉള്ളൂ. ഇവിടെ നിലനിൽപ്പ് ഒന്നിനേ ഉള്ളൂ, അറിവിന് മാത്രമേ ഉള്ളൂ, ഏകത്വത്തിന് മാത്രമേ ഉള്ളൂ, ഏകം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഈ ഖുറാനിലൊക്കെ ഒരു യോഗി വര്യനോട് ഒരാൾ വന്ന് ചോദിച്ചു, ഈ ഖുറാനിലൊക്കെ എഴുതിയിരിക്കുന്ന യുദ്ധം ചെയ്യണം എന്നാണ്. നമ്മുടെ ഇതിലൊന്നും അങ്ങനെ എഴുതിയിട്ടില്ലല്ലോ, അതുകൊണ്ടായിരിക്കും ഇങ്ങനെ യുദ്ധം ഉണ്ടാകുന്നത് എന്ന്. അപ്പോൾ ഖുറാൻ വായിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ വായിക്കണം. ആ സ്വത്വത്തിനോടുള്ള ആ സ്വത്വത്തെ കീഴടക്കലാണ് പരമോന്നതമായ ധർമ്മയുദ്ധം എന്നാണ് നബി പറഞ്ഞിരിക്കുന്നത്. നമ്മുടെ സ്വത്വത്തെ, നമ്മുടെ ആ ജീവനെ, ആ ജീവഭാവത്തെ, തൻ്റെ എന്നുള്ള ഭാവത്തെ, ആ മമതയെ
ഇല്ലായ്മ ചെയ്യുമ്പോൾ, കീഴടക്കുമ്പോൾ, അതാണ് പരമോന്നതമായ ധർമ്മയുദ്ധം. എല്ലാവരും ധർമ്മത്തെ പറ്റിയാണ് ധരിക്കേണ്ടതായിട്ട് ഇവിടെ ഒന്നുണ്ട്, അറിയേണ്ടതായിട്ടൊന്നുണ്ട്. ആ അറിയേണ്ടതിനെ അറിയാൻ ആരും ശ്രമിക്കുക. അതാണ് നമ്മുടെ എല്ലാവരുടെയും കുഴപ്പം. മുമ്പിൽ നിൽക്കുന്ന പുരോഹിതൻ എന്ന് വെച്ചാൽ മുമ്പിൽ നിന്ന് ഹിതമനുസരിച്ച് ദൈവത്തിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തന്ന് നമ്മളെ നേർവഴിക്ക് നയിക്കേണ്ടവർ മുഴുവനും അതെന്താണെന്ന സത്യം മനസ്സിലാക്കാതെ നമ്മളെ കൊണ്ട് അടികൂടിക്കുക, രണ്ട് വേറിട്ടതാണ് എന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പ്രധാന കാരണം. എല്ലാ മതപ്പോരുകൾക്കും കാരണം അതാണ്. അപ്പോൾ സത്യത്തെ അറിയുക. ഓരോ ഗുരുക്കന്മാർ വന്ന് പറയുന്നതാണ് നമ്മളൊരു മതമായിട്ട് അങ്ങ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഒന്നിനെ കണ്ടെത്തിയാൽ ഒന്നേ പറയാൻ സാധിക്കുകയുള്ളൂ. അതാണ് ഇവിടെ പറയുന്നത്. അറിയുന്നില്ല, അജ്ഞാനികൾ അറിയുന്നില്ല. അവർ ഓരോ വിഷയത്തെപ്പറ്റി പഠിച്ച് തല നിറച്ച് വെച്ചിരിക്കുന്നു. തലയുടെ അപ്പുറത്തേക്ക് കടക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഇൻഫർമേഷൻ വരെ നമുക്ക് കടക്കാൻ പറ്റുന്നു, വിസ്റ്റത്തിലേക്ക് പോകാൻ നമുക്ക് സാധിക്കുന്നില്ല. ആ വിസ്റ്റത്തിലും ആ കോസ്മിക് എനർജിയിലേക്കും പോകാനൊന്നും നമുക്ക് കഴിയുന്നില്ല. അപ്പോൾ ആ തലയുടെ അപ്പുറം നമ്മുടെ ഹൃദയത്തിൻ്റെ അതിൽ നിന്നുണ്ടാകുന്ന ആ രഹസ്യം തേടിപ്പോകുമ്പോൾ മാത്രമേ നിങ്ങൾക്കിത് മനസ്സിലാക്കൂ. അറിയുന്നില്ല ഒന്നെന്ന് ഈ അറിയപ്പെടുന്നതുണ്ട് പോയിടും. അപ്പോൾ ഒന്നിനെ അറിയുമ്പോൾ ബാക്കിയുള്ള അറിയപ്പെടുന്നതെല്ലാം പോകും. അതുകൊണ്ട് അതൊന്നും സത്യമല്ല. അറിവിൽ ഇതേതറിയുന്നില്ല. അറിവിൽ നിങ്ങൾ ചെന്ന് മുങ്ങി നിൽക്കുമ്പോൾ ഇതൊന്നും അറിയുന്നില്ല. എന്നാൽ ഈ അറിവ് എങ്ങ് നിന്ന് വന്നിടും. എങ്ങ് നിന്നാണ് വന്നത്? അതിവിടെ ഉള്ളത് തന്നെയാണ്. അതാണ് ഇവിടെ സത്യമായിട്ടുള്ളത്. ആ ഏകത്വ സത്യത്തെ പറ്റിയാണ് ഈ 10ാം ശ്ലോകത്തിൽ ഗുരു വ്യക്തമാക്കുന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് കാണാം. നന്ദി, നമസ്കാരം.